ഹലോ ഗൈസ്, നമസ്കാരം. അങ്ങനെ ഫൈനലി നമ്മുടെ ഗോകർണ ട്രിപ്പ് അവസാനിക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ മതിയാവുന്നത് വരെ ബീച്ചസ് കണ്ടു, ആസ്വദിച്ചു, വെള്ളത്തിൽ കളിച്ചു, കുളിച്ചു. അവസാനം നമ്മളിനി തിരിച്ചു പോകാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ബീച്ചസിനോട് ബൈ ബൈ പറയുകയാണ് ഗൈസ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ ഗോകർണയിൽ. നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാവരും തിരിച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ച് ഹൈദരാബാദിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇതിപ്പോൾ 5 ദിവസത്തെ ട്രിപ്പായിരുന്നു. 5 ദിവസത്തെ അതിമനോഹരമായ ട്രിപ്പായിരുന്നു ഗൈസ്. അപ്പോൾ അത് പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ ഗോകർണ മെയിൻ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഗോകർണ ടെമ്പിൾ. ഇന്നലെ രാത്രിയിൽ ആക്ച്വലി നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ കുറേ ലേറ്റായി, രാത്രി ആയായിരുന്നു. നമ്മൾ അകത്ത് ചെന്നപ്പോഴത്തേക്കാണ് അവർ പറയുന്നത് ഇവിടെ മറ്റേ മുണ്ടുടുത്തിട്ടേ കയറാൻ പറ്റുള്ളൂ. ഇവരൊക്കെ പാൻറ്റായിരുന്നു, ഷോർട്സൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പുറത്തിറങ്ങി മുണ്ട് വാങ്ങി അകത്ത് കയറുമ്പോഴത്തേക്കും പിന്നെയും കുറേ താമസിക്കും. നമ്മൾ കഴിച്ചിട്ടില്ലായിരുന്നു. ഇവിടുത്തെ ഷോപ്പൊക്കെ പെട്ടെന്ന് അടയ്ക്കും. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയി. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ വന്നിട്ട് മുണ്ടൊക്കെ വാങ്ങിച്ച് അമ്പലത്തിലും കയറി ദർശനം നടത്തിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നത്. ഇവിടുത്തെ മഹാബലേശ്വറാണ് ഗോകർണ ടെമ്പിളിലുള്ളത്. മഹാബലേശ്വറാണ് ഇവിടുത്തെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ടെമ്പിളാണ് ഇത്. അമ്പലത്തിനടുത്തുള്ളൊരു കടയിൽ നിന്നാണ് നമ്മൾ മുണ്ട് വാങ്ങിക്കുന്നത്. യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള കട്ടില്ലാത്ത മുണ്ടിന് 50 രൂപയാണ്. കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയതിന് 150 രൂപയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു നേരിയതും ഉണ്ട്. ഇപ്പോൾ ഇനി ഗോകർണയുടെ ഇവിടുത്തെ അമ്പലത്തിൽ പോകാൻ പോവാണ്. അതെ, രണ്ടുപേരും മുന്നേ സെറ്റായിട്ടുണ്ട്. ഇനി എനിക്ക് വേറെ എന്തെങ്കിലും കോസ്റ്റ്യൂം ചേഞ്ചിൻ്റെ ആവശ്യമുണ്ടോ എന്നറിയില്ല. എന്തായാലും പോയി നോക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ സുന്ദരൻ മുണ്ടും നേരിയതൊക്കെ എടുത്ത് വരുന്നുണ്ട്. ഷർട്ടില്ലാതെ ക്യാമറയുടെ മുന്നിൽ വരാൻ ആൾക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ അവൻ്റെ ഭാഗ്യദോഷത്തിന് കൂടുള്ളത് ഞാനായി പോയില്ലേ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ, നല്ലൊരു ലോങ് ക്യൂ ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഇവിടെയും നമ്മൾ മുണ്ടുടുത്തിട്ടേ കയറാൻ പറ്റുള്ളൂ. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പാൻറ് ഇട്ടുകൊണ്ട് കയറാൻ പറ്റില്ല. ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം പാൻ്റാണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ കയറാനുള്ള അനുവാദമില്ല. ശിവനെ കാണാൻ അനുവാദം കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ റിവേഴ്സ് അടിച്ച് പാർവതി ദേവിയെ പോയി കണ്ടിട്ട് വന്നു. എന്നാൽ അനുവാദം കിട്ടിയവർ പോയി ഭഗവാനെയും കണ്ട് തിരിച്ചു വരുന്നതും കാത്ത് നമ്മൾ അവിടെ പുറത്തിരുന്നു. പാവ ഒരു ഭക്ത ഭഗവാനെ കാണാതെ വിഷമിച്ചിരിക്കുക എന്നറിഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ പൂക്കൾ കൊടുത്തയച്ചു. അങ്ങനെ നമ്മൾ പതുക്കെ നമ്മുടെ ക്ഷേത്ര ദർശനമൊക്കെ അവസാനിപ്പിച്ച് റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഗോകർണയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് 662 കിലോമീറ്റർ ആണ്. ഒറ്റ സ്ട്രെച്ചിന് നിർത്താതെ പോയാൽ തന്നെ മിനിമം 14 മണിക്കൂർ എടുക്കും. നമ്മൾ പക്ഷെ പതുക്കെ നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് സൂര്യനോട് ഗുഡ് ബൈയും പറഞ്ഞിട്ടാണ് പോകുന്നത്. ടണൽ വീഡിയോ टनल is something it's not regular road. റൈറ്റ് ഗൈസ്, റോഡ് ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ടണലിൽ കൂടെ പോകുന്ന എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാർവാർ ടണലിലൂടെയാണ്. ഈ ടണലിന് ഒരു ഫാസിനേറ്റിംഗ് ഹിസ്റ്ററി ഉണ്ട്. ഇതുണ്ടാക്കിയ കാലത്ത് അടുത്തൊക്കെയുള്ള ജയിലിൽ നിന്നുള്ള ജയിൽ പുള്ളികളെ ഫോഴ്സ്ഡ് ലേബറേഴ്സ് ആയിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അവർ നടത്തിയത്. ആ സമയത്ത് മരിച്ചുപോയ കുറച്ച് പ്രിസണേഴ്സിനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അടക്കം ചെയ്തേക്കുന്നതും. അങ്ങനെ കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം നമുക്ക് വിശപ്പായി. റോഡ് സൈഡിൽ നോക്കിയപ്പം സ്നാക്സ് ഒക്കെ വിൽക്കുന്ന ഒരു വണ്ടി കണ്ടു. അവിടെ കുറേ ഉള്ളിവടയും ആലു ബോണ്ടയൊക്കെ ഇരിക്കുന്ന കണ്ടു. എന്തായാലും വിശപ്പായി, കുറേ ദൂരം പോകാനുണ്ട്. എന്നാൽ പിന്നെ അത് തട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ 1 പ്ലേറ്റായി, 2 പ്ലേറ്റായി, 3 പ്ലേറ്റായി, 4 കഴിഞ്ഞ് പിന്നെ ഞാൻ എണ്ണം നിർത്തി. ട്രാവൽ ചെയ്യുമ്പോൾ വിശപ്പ് കൂടും എന്ന് പറയുന്നത് ഉള്ളതാണോ ഗൈസ്? ചന്തു, where are we heading to? Going home. Going home? How far is home from here? 650 kilometers. Oh, when will we reach? By 2 midnight. 2 AM. Yeah. വണ്ടി കയറിയപ്പോൾ തൊട്ട് നമ്മൾ പാട്ട് കേൾക്കുകയാണ്. എല്ലാവരുടെയും ടേസ്റ്റ് ഓഫ് പാട്ടുകൾ വെച്ചു. അത് മടുത്തു. അതുകൊണ്ട് നമ്മൾ പാട്ട് പാടാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ അന്താക്ഷരിയുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഗായില്ലേ ഓൾറെഡി. പാടന്റെ പാടാ ഒരുപാട്
പേരണ്ട് ഒരിയാട കാണാതെ കണ്ണിൽ അറിയാതെ നെഞ്ചിൽ വിരിയുന്ന ചിത്രം നീയാണ്. ഇപ്പം മണി 12:30 ആയി. നമ്മളിപ്പം കർണാടകയിലാണുള്ളത്. കുറേ നേരമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാണ്. ഇനി നമുക്ക് 4.5 മണിക്കൂറും കൂടെ ഉണ്ട്. 4.5 മണിക്കൂറും കൂടി ട്രാവൽ ചെയ്താൽ നമ്മൾ ഹൈദരാബാദിൽ എത്തിച്ചേരും. നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. കഷ്ടപ്പെട്ട് കണ്ണൊക്കെ തുറന്നിരിക്കുകയാണ്. ഉറക്കത്തിൻ്റെ ആഴം നന്നായിട്ട് കൂടുന്നുള്ളത് കൊണ്ട് ബോധം ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. സ്റ്റൈൽ മന്നൻ അത് താണ്ടാനാൻ ഗൈസ്. ഇപ്പോൾ മണി 6:15 നമ്മൾ തിരിച്ച് ഹൈദരാബാദിലെത്തി. ഒരു നീണ്ട ട്രിപ്പായിരുന്നു. ബട്ട് ഇറ്റ് വാസ് എ റിയലി വണ്ടർഫുൾ ട്രിപ്പ്. അപ്പോൾ ശരി, ഐ എം സൈനിങ് ഓഫ്. സീ യു അൺടിൽ നെക്സ്റ്റ് ടൈം. ബൈ.